8a ആണ്. ഇനി 7π/6 റേഡിയൻസ് ഈസ് ഈക്വൽ ടു ഡാഷ് ഡിഗ്രി. അപ്പോൾ 7π/6 റേഡിയൻ എത്ര ഡിഗ്രിയാണ്? 210 ഡിഗ്രി, 300 ഡിഗ്രി, 240 ഡിഗ്രി, 120 ഡിഗ്രി. ഇതിലേതാണ്? π/6 നിങ്ങൾക്കറിയാം 180/6 30 ആണെന്ന്. അപ്പോൾ 7 × 30 210 ഡിഗ്രി. ഫൈൻഡ് tan 75 ഡിഗ്രി. tan 75 ഡിഗ്രി കാണാൻ tan 45 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി എന്ന് എഴുതുക. അപ്പോൾ tan ഓഫ് a പ്ലസ് b tan a പ്ലസ് tan b ബൈ 1 മൈനസ് tan a tan b. tan of a plus b is equal to tan a plus tan b by 1 minus tan a tan b. tan 45 ഡിഗ്രി 1 ആണ് പ്ലസ് tan 30 1/√3 by 1 minus 1 into 1/√3. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 + 1/√3 by 1 minus 1/√3 എന്നാണ്. ഇനി നമ്മൾ മുകളിലും LC എടുക്കും, താഴെയും LC എടുക്കും. √3 ആണ് LCM. അപ്പോൾ √3 + 1/√3. താഴെ √3 ആണ് LCM. അപ്പോൾ √3 - 1/√3. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഓരോ ബ്രാക്കറ്റിൽ കൂടെ ഇട്ടിട്ട് നമുക്കിത് വെട്ടിക്കളയാം. √3. അപ്പോൾ √3 + 1/√3 - 1 എന്ന ആൻസർ കിട്ടുന്നു. ഈ രീതിയിൽ ആൻസർ നിർത്താതിരിക്കാൻ ഇത് അതേപടി എഴുതിയിട്ട് അതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന മൈനസ് സൈൻ മാറ്റി പ്ലസ് ഇട്ടുകൊണ്ടുള്ള കാര്യം, അതായത് √3 + 1 ഇട്ട് മുകളിലും താഴെയും ഗുണിക്കുന്നു. ഇത് അതേപടി എഴുതിയിട്ട് ശേഷം അപ്പോൾ മുകളിലും താഴെ ഒരേ കാര്യമായിട്ട് ഗുണിക്കുമ്പോൾ വലിയ വ്യത്യാസം വരില്ല. ന്യൂമറേറ്റർ തമ്മിൽ ഗുണിക്കുമ്പോൾ √3 + 1 ഹോൾ സ്ക്വയറും ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിക്കുമ്പോൾ a - b × a + b a² - b², അതായത് √3² - 1² a + b ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a² + 3 + 2ab 2 √3 + b², 1 / 3 - 1. അതായത് താഴെ 2 ആണ് വരുന്നത്, മുകളിൽ 4 + 2 √3. മുകളിൽ നമുക്ക് 2 പുറത്തെടുത്ത് താഴത്തെ 2 ആയിട്ട് ക്യാൻസലാക്കാം. അപ്പോൾ 2 × 2 + √3/2 2 + √3 എന്ന് ഫൈനൽ ആൻസർ വരുന്നു. അപ്പോൾ എങ്ങനെയാണ് tan 75 ഡിഗ്രി കണ്ടതെന്ന് വെച്ചാൽ tan 45 ഡിഗ്രി + 30 ഡിഗ്രി എന്ന് അതിനെ എഴുതിയിട്ട് tan of a plus b tan a plus tan b by 1 minus tan a tan b. അപ്പോൾ tan 45 ഡിഗ്രി + tan 30 ഡിഗ്രി by 1 minus tan 45 ഡിഗ്രി into tan 30 ഡിഗ്രി. നിങ്ങൾക്കറിയാം tan 45 ഡിഗ്രിയുടെ വില 1 ആണ്, tan 30 ഡിഗ്രിയുടെ വില 1/√3 ആണ്. അപ്പോൾ 1 + 1/√3 by 1 minus 1 into 1/√3. 1 + 1/√3 by 1 minus 1/√3. √3 LC എടുത്തു. √3 + 1/√3 by √3 minus 1/√3. രണ്ടും ക്യാൻസലാക്കി. √3 + 1/√3 - 1. അത് അതേപടി എഴുതിയിട്ട് താഴെ കിടക്കുന്നതിൻ്റെ ഇടയ്ക്കത്തെ സൈൻ മാറി കിട്ടുന്ന √3 + 1 കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുന്നു. ന്യൂമറേറ്റർ തമ്മിൽ ഗുണിക്കുമ്പോൾ √3 + 1 ഹോൾ സ്ക്വയർ. ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിക്കുന്നത് a + b × a - b രൂപം വെച്ചാണ് a² - b². a + b ഹോൾ സ്ക്വയർ a² + 2ab + b². a² - b², 3 - 1, അതായത് 2. 4 + 2 √3/2. 2 പുറത്തെടുത്താൽ 2 + √3/2 2 + √3 എന്ന് ഫൈനൽ ആൻസർ വരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എനി ട്രയാങ്കിൾ ABC പ്രൂവ് ദാറ്റ് a × sin b - c plus b × sin c - a plus c × sin a - b is equal to 0. അതിനകത്ത് a b c കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സൈൻ ലോ വെച്ച് തന്നെയാണ് ഈ കണക്ക് ചെയ്യുന്നത്. ഇൻ ട്രയാങ്കിൾ ABC ബൈ സൈൻ ലോ a/sin a = b/sin b = c/sin c = k. അല്ലെങ്കിൽ ഇത് നേരെ തിരിച്ച് a = k sin എന്ന് എടുക്കാമല്ലോ. a = k sin a. അങ്ങനെ a അല്ല ഇതിൽ നിന്ന് എടുത്തത്. നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് sin b - c ഒക്കെ ഉണ്ട്. sin b - c ഒരു ഫോർമുല ഉണ്ടല്ലോ, sin b cos c minus cos b sin c. അപ്പോൾ അതിലുള്ള വിലകളാണ് നമുക്ക് കൊടുക്കേണ്ടത്. അതായത് sin ബിയുടെയും sin സിയുടെയും വില, cos ബിയുടെയും cos സിയുടെയും വിലയാണ് നമുക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ സൈൻ ലോ നേരെ തിരിച്ചെഴുതി. sin a/a = sin b/b = sin c/c = k. a/sin a = b/sin b = c/sin c ആണെങ്കിൽ നേരെ തിരിച്ചെഴുതിയാൽ അവ ഈക്വലാണ്. sin a/a = sin b/b = sin c/c = k. അതിൽ നിന്ന് sin ബിയും sin സിയുമാണ് നമ്മുടെ ക്വസ്റ്റിൻ്റെ പ്രൂവ് ദാറ്റിൻ്റെ ഒരു ഭാഗം. ഇതാണ് a × sin b - c.
ഇതാണ് ഒരു ഭാഗം. ആ ഒരു ഭാഗം തന്നെ എടുത്താണ് ചെയ്യുന്നത്. എ ഇൻറ്റു സൈൻ ബി മൈനസ് സി എന്ന് പറയുന്നത് എ ഇൻറ്റു സൈൻ ബി കോസ് സി മൈനസ് കോസ് ബി സൈൻ സി ആണ്. ഇതിലെ സൈൻ ബിയും സൈൻ സിയും നമുക്ക് ഇവിടെ നിന്ന് എടുക്കണം. സൈൻ ബി എന്ന് പറയുന്നത് ബി കെ, സൈൻ സി എന്ന് പറയുന്നത് സി കെ. കൂടാതെ നമുക്ക് കോസ് സിയും കോസ് ബിയും ആവശ്യമുണ്ട്. അത് നമ്മൾ കൊസൈൻ ലോയിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. കോസ് ബി എന്താണ്, കോസ് സി എന്താണെന്ന്. കോസ് ബി എന്താണ്, സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ബി എന്ന ആംഗിൾ വരുമ്പോൾ മൈനസ് ബി സ്ക്വയർ ബൈ 2CA. ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് ബൈ 2CA. അപ്പോൾ കോസ് ബി എന്താണ്, സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 2CA. കോസ് സി എന്താണ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ബൈ 2AB. അപ്പോൾ നമുക്ക് എ സൈൻ ബി മൈനസ് സി, എ ഇൻറ്റു സൈൻ ബി കോസ് സി മൈനസ് കോസ് ബി സൈൻ സി ആയതുകൊണ്ട് നമ്മൾ സൈൻ ബിയുടെ വിലയും സൈൻ സിയുടെ വിലയും സൈൻ ലോ വെച്ചും കോസ് ബിയുടെ വിലയും കോസ് സിയുടെ വിലയും കോസൈൻ ലോ വെച്ചും എഴുതി വെച്ചിട്ടുണ്ട്. ആ വിലയെല്ലാം ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേഷൻ ചെയ്ത് കെ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ആക്കി കൊണ്ടുവരണം. എ ഇൻറ്റു സൈൻ ബി കോസ് സി, സൈൻ ബിയുടെ സ്ഥാനത്ത് ബി കെ, കോസ് സിയുടെ സ്ഥാനത്ത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ബൈ 2AB മൈനസ് കോസ് ബിയുടെ സ്ഥാനത്ത് സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 2CA ഇൻറ്റു സൈൻ സിയുടെ സ്ഥാനത്ത് സി കെ. അപ്പോൾ എ ഇൻറ്റു നിങ്ങൾക്കറിയാം ബി മാത്രം ക്യാൻസലായി പോവും. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഇൻറ്റു കെ ബൈ 2BA മൈനസ് ഇവിടെ നമുക്ക് സി ക്യാൻസലായി പോവും. സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു കെ ബൈ 2A. ഇനി നമുക്ക് ഒന്നിച്ച് 2A ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന രണ്ട് ഫ്രാക്ഷൻസിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 2A ഒന്നിച്ചെടുക്കാം. അപ്പോൾ 2A ഒന്നിച്ചെടുക്കുമ്പോൾ എ ഇവിടുന്ന് കെ ഒന്നിച്ച് പുറത്തേക്ക് കൊടുക്കാം. എ കെ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ മൈനസ് ഈ കെ ഇങ്ങോട്ട് എഴുതുന്നുള്ളൂ. എ കെ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ മൈനസ് ഞാനിവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ എ രണ്ടിനും കോമൺ ആണ്. ഈ എ എന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആണ്. ഞാൻ ആ എ കോമൺ ആയിട്ടല്ല എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഞാൻ പറയണ കേട്ട് തിരുത്തണം. മൊത്തത്തിൽ ഈ ന്യൂമറേറ്ററിനുള്ളതാണ് എ, അതുപോലെ രണ്ട് ന്യൂമറേറ്റർ ഭാഗത്തും കെയും ഉണ്ട്. എ കെ രണ്ടിലും ഉണ്ടെന്ന് ചുരുക്കം. ആ എ കെ നമുക്ക് ഒറ്റ തവണയായിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് നിങ്ങൾ കൊടുക്കണം. ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് നിങ്ങൾ കൊടുക്കണം. അപ്പോൾ എ കെ പുറത്തേക്ക് എടുത്തിട്ട് എ നേരത്തെ ഉള്ളത് പിന്നെ കെ രണ്ടിലും ഉള്ളത് അതും കൂടി പുറത്തേക്ക് എടുത്തിട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ മൈനസ് ഈ കെ നമുക്ക് വേണ്ട, കെ ഒന്നിച്ച് നമ്മൾ പുറത്തേക്ക് എടുത്തു. മൈനസ് കഴിഞ്ഞിട്ട് ഈ കെ വെട്ടിക്കളയണം. സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കണം. എന്നിട്ട് എവിടെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം, ഇവിടെയും ഇവിടെയും സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. കൂടാതെ കെ വെട്ടിക്കളയുകയും ചെയ്യണം. അതൊന്ന് ചെയ്തേക്കണം. അപ്പോൾ എയും വെട്ടിപ്പോയിട്ട് കെ ബൈ 2 വരും. പിന്നെ നമ്മുടെ ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ മൈനസ് ഓഫ് അടുത്ത ബ്രാക്കറ്റിൽ സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറേ ഉള്ളൂ. പറഞ്ഞിരുന്നല്ലോ കെ വെട്ടിക്കളയണമെന്നും ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണമെന്നും. അത് തമ്മിൽ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എ സ്ക്വയർ ക്യാൻസലായി പോകും. പക്ഷേ ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വന്നിട്ട് 2B സ്ക്വയർ വരും. അതുപോലെ സി സ്ക്വയർ മൈനസ് 2C സ്ക്വയറും വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 പ്രാവശ്യം ബി സ്ക്വയർ പോസിറ്റീവും വരും, മൈനസ് 2C സ്ക്വയറും വരും ബൈ 2. അങ്ങനെ കെ ഇൻറ്റു 2 പുറത്തേക്ക് എടുത്തു. ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ബൈ 2 വെട്ടിക്കളഞ്ഞു. കെ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് സി സ്ക്വയറിലെത്തി. ഇവിടെ ഒരു മിസ്റ്റേക്ക് വരുത്തിയത് നിങ്ങൾ തിരുത്തുക. ഒന്നുകിൽ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് ഈ കെ രണ്ടിലും കോമൺ ഉള്ളത് എയുടെ കൂടെ പുറത്തേക്ക് എടുക്കുക. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് എടുക്കുക, ഇവിടെ തൊട്ട് ഇവിടം വരെ. എന്നിട്ട് കെ കോമൺ ആയിട്ടുള്ളത് എടുത്തത് കൊണ്ട് ഇവിടെ കെ ആവശ്യമില്ല. സിമിലർലി ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് എ ഇൻറ്റു സൈൻ ബി മൈനസ് സി ആണ്, കെ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ. ഒരു കണക്ഷൻ ഉണ്ട് ഇവിടെ, ബി സി ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ. അപ്പോൾ ബി ഇൻറ്റു സൈൻ സി മൈനസ് എ, സി ഇൻറ്റു സൈൻ എ മൈനസ് ബി, രണ്ട് ഭാഗങ്ങൾ കൂടി നമ്മുടെ ക്വസ്റ്റിൻ്റെ LHSലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗം എടുത്താണ് നമ്മൾ ചെയ്ത് കെ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് സി സ്ക്വയറിലെത്തിയത്. സിമിലർലി ബി ഇൻറ്റു സൈൻ സി മൈനസ് എ നമുക്ക് എഴുതാൻ നോക്കാം.
എ ഇൻറ്റു സൈൻ ബി മൈനസ് സി വന്നത് കെ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ. അപ്പോൾ ബി ഇൻറ്റു സൈൻ സി മൈനസ് എ വന്നത് കെ ഇൻറ്റു സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അതുപോലെ സി ഇൻറ്റു സൈൻ എ മൈനസ് ബി വന്നത് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ആ 3 കാര്യങ്ങൾ എഴുതി കൂട്ടുക. ഇവിടെ ആംഗിൾ വെച്ചാണ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. പിന്നെ കെയും കൂടി ഉണ്ടെന്നേ ഉള്ളൂ. ബി മൈനസ് സി വന്നപ്പോൾ ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ. വെറുതെ 3 കൂടെ കൂട്ടുക. LHS എടുത്തെഴുതി 3 കൂട്ടാനാണ്. 3നും പകരം കിട്ടിയ കാര്യം ഇവയാണ്. അതെഴുതി കെ ഒന്നിച്ച് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കൂട്ടി കഴിഞ്ഞപ്പോൾ സി സ്ക്വയർ ക്യാൻസലായി പോകുന്നു, എ സ്ക്വയർ ക്യാൻസലായി പോകുന്നു, ബി സ്ക്വയർ ക്യാൻസലായി പോകുന്നു. കെ ഇൻറ്റു 0 0 RHSലെത്താൻ പറ്റി. അത്ര എളുപ്പമുള്ളൊരു കാര്യമാണിത്. വലിയ വിഷമമൊന്നുമില്ല. സി പാർട്ട്. ഇനി ട്രയാങ്കിൾ എ ബി സി പ്രൂവ് ദാറ്റ് എ ഇൻറ്റു സൈൻ ബി മൈനസ് സി പ്ലസ് ബി ഇൻറ്റു സൈൻ സി മൈനസ് എ പ്ലസ് സി ഇൻറ്റു സൈൻ എ മൈനസ് ബി സമ 0 തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾ ട്രിഗ്നോമെട്രി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കുറച്ച് ഫോർമുലകളും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതുപയോഗിച്ച് നമ്മൾ തന്നെ ചിന്തിച്ച് ഓരോ കണക്കുകൾ ചെയ്യുവാണ്. അത് ചെയ്യാനൊരു താല്പര്യം വേണം. അല്ലാതെ ഈ ട്രിഗ്നോമെട്രിയുടെ പ്രൂവ് ദാറ്റ് ഒന്നും ചെയ്യില്ല നമ്മൾ. എ ഇൻറ്റു സൈൻ ബി മൈനസ് സി എന്ന ഭാഗം മാത്രം എടുത്ത് നമ്മൾ കണക്ക് ചെയ്യാൻ വേണ്ടി എ ഇൻറ്റു സൈൻ ബി മൈനസ് സി എന്താണെന്ന് എഴുതി വെച്ചു. എ ഇൻറ്റു സൈൻ ബി കോസ് സി മൈനസ് കോസ് ബി സൈൻ സി. നമ്മൾ ഈ ഫോർമുല പഠിച്ചാൽ മാത്രമേ അത് പറ്റുള്ളൂ. സൈൻ എ മൈനസ് ബി സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്ന ഫോർമുല വെച്ച് സൈൻ ബി മൈനസ് സി സൈൻ ബി കോസ് സി മൈനസ് കോസ് ബി സൈൻ സി. അപ്പോൾ ഇതിനകത്തൊരു സൈൻ ബി ഉണ്ട്, സൈൻ സി ഉണ്ട്. ആ 2 കാര്യങ്ങൾ സൈൻ ലോ വെച്ചെഴുതണം. അതിന് വേണ്ടി സൈൻ ലോ നമ്മൾ തിരിച്ചെഴുതണം. സൈൻ എ ബൈ എ സമം സൈൻ ബി ബൈ ബി സമം സൈൻ സി ബൈ സി സമം കെ. അപ്പോൾ എന്താണ് സൈൻ ബി എന്ന് പറഞ്ഞാൽ ബി കെ, എന്താണ് സൈൻ സി എന്ന് പറഞ്ഞാൽ സി കെ. ആ 2 വിലകൾ നമുക്ക് ആവശ്യമുണ്ട്. കൂടാതെ കോസ് ബിയും കോസ് സിയും കൊസൈൻ ലോ വെച്ചും ആവശ്യമുണ്ട്. കോസ് ബി കോസ് സി ഒക്കെ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. കോസ് ബി എന്ന ആംഗിൾ വെച്ചുമ്പോൾ ബി സ്ക്വയർ കുറയ്ക്കുന്നു. അപ്പോൾ സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 2 സി എ കോസ് സി. അപ്പോൾ സി എന്ന ആംഗിൾ വെച്ച് സി സ്ക്വയർ കുറയ്ക്കുന്നു. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ബൈ 2 എ ബി. ഇനി എ ഇൻറ്റു സൈൻ ബി മൈനസ് സി എന്ന കാര്യം നമുക്ക് ചെയ്യാം. ഫോർമുല എഴുതി വെച്ചിട്ടുണ്ട്. എ ഇൻറ്റു സൈൻ ബിയുടെ സ്ഥാനത്ത് ബി കെ, കോസ് സിയുടെ സ്ഥാനത്ത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ബൈ 2 എ ബി മൈനസ് കോസ് ബിയുടെ സ്ഥാനത്ത് സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 2 സി എ ഇൻറ്റു സൈൻ സിയുടെ സ്ഥാനത്ത് സി കെ. അപ്പോൾ നമുക്ക് എ ഇൻറ്റു ബി മാത്രം വെട്ടിപ്പോയി, കെ ഉണ്ട്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ബൈ 2 എ അത്രയുണ്ട്, മൈനസ് ഇവിടെ സി മാത്രം വെട്ടിപ്പോയിട്ട് താഴെ 2a ഉണ്ട്, മുകളിൽ k ഉണ്ട്, കൂടാതെ സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഉണ്ട്. ഇനി നിങ്ങൾ ആലോചിക്കുക, എ മൊത്തത്തിൽ എല്ലാത്തിനോടും കോമൺ ആണ്, കെയും 2 ടൈമിലുണ്ട്. അപ്പോൾ എ കെ മൊത്തത്തിൽ പുറത്തേക്ക് എടുത്ത് ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് ഈ കെ നിങ്ങൾ ക്യാൻസലാക്കി കളയുക. ഒന്നിച്ച് കെ പുറത്തേക്ക് നമ്മൾ എടുത്തു. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടപ്പോൾ ഇടണം, അങ്ങനെ കെ വെട്ടിക്കളയണം. അപ്പോൾ എ കെ കഴിഞ്ഞിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൽ എന്തൊക്കെ വരും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ മൈനസ് ഓഫ് അടുത്ത ബ്രാക്കറ്റിൽ സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. മൈനസ് വന്നുകൊണ്ട് ബ്രാക്കറ്റിൽ തന്നെ വേണം രണ്ടാമത്തെ ഭാഗം എഴുതാൻ. y ഒന്നിച്ച് LC എടുക്കുമ്പോൾ 2a. എ വെട്ടിപ്പോയി k ബൈ 2 വന്നു. കൂടാതെ ഇവ തമ്മിൽ കുറച്ചപ്പോൾ കെ ഇവിടെ ഇല്ല കേട്ടോ, കുറച്ചപ്പോൾ 2 ബി സ്ക്വയർ മൈനസ് 2 സി സ്ക്വയർ എന്നാണ് വന്നത്. 2 പുറത്തേക്ക് എടുത്തു. കെ ഇൻറ്റു 2 ഇൻറ്റു ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ബൈ 2. അപ്പോൾ 2 ക്യാൻസലായിട്ട് കെ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ എ ഇൻറ്റു സൈൻ ബി മൈനസ് സി കെ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ, ഈ ബന്ധം പിടിച്ചെടുക്കുക. ആംഗിൾ ബി സി വെച്ച് വന്നപ്പോൾ ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ. അതുപോലെ ഈ 2 കാര്യങ്ങൾ കൂടി നമ്മുടെ LHSലുള്ള 2 കാര്യങ്ങൾ കൂടി വെറുതെ എഴുതുക. സിമിലർലി ബി ഇൻറ്റു സൈൻ സി മൈനസ് സി ആണ് നമ്മുടെ LHSലെ അടുത്ത കാര്യം. കെ ഇൻറ്റു സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. സി ഇൻറ്റു സൈൻ എ മൈനസ് ബി ആണ് അടുത്ത കാര്യം. കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. നമ്മുടെ LHS കംപ്ലീറ്റ് എഴുതിയിട്ട് നമുക്ക് ഓരോന്നിനും കിട്ടിയ വില അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കെ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. കെ പുറത്തേക്ക് എടുത്ത് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എല്ലാം വെട്ടിപ്പോയി കെ ഇൻറ്റു 0 0 RHS ആണ് കിട്ടിയത്. 8ാമത്തെ കണക്ക് 3 കണക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 9ാമത്തെ ക്വസ്റ്റ്യൻ സൈൻ 765 ഡിഗ്രി കാണാനാണ്. സൈൻ നിങ്ങൾക്കറിയാം 720 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രിയാണത്. 720നെ അങ്ങനെ തന്നെ എഴുതാതെ 2 ഇൻറ്റു 360 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രിന്ന് എടുത്തു. അപ്പോൾ 360ൻ്റെ മൾട്ടിപ്പിൾ ഏത് വന്നാലും 360 പോലെ പരിഗണിച്ചാൽ മതി. 360 പ്ലസ് തീറ്റ.
അപ്പോൾ അത് എവിടെ കയറി 360 വരുമ്പോൾ സെയിം ആണോ കോയാണോ സെയിം ആണ്. അപ്പോൾ സൈൻ 45 ഡിഗ്രി കൂടാതെ ഇത് 765 ഡിഗ്രി ഉണ്ട്. അതായത് 360 2 തവണ വന്നിട്ട് ഒരു 45 കൂടി. ചുരുക്കി പറഞ്ഞത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ തന്നെയാണ്. കാരണം 720 ഈ പോസിറ്റീവ് എക്സ് അക്ഷത്തെ തന്നെ 2 റൗണ്ട് കറങ്ങി എത്തി നിൽക്കുകയാണ്. പിന്നെ ഒരു 45 ഡിഗ്രി കൂടെ വന്നതാണ് 765 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ 765 ഡിഗ്രി ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. അവിടുത്തെ അക്ഷരം എ ആണ്. ഓൾ ക്വസ്റ്റിൻ്റെയും ആൻസർ പോസിറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി. അങ്ങനെ 1/√2 എന്ന് കിട്ടി. സൈൻ 765 ഡിഗ്രി 720 ഡിഗ്രി, അതായത് 2 × 360 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി. ഇത് 360 ആയിട്ട് പരിഗണിച്ചാൽ മതി. 360യുടെ ഏത് മൾട്ടിപ്പിളോ. അപ്പോൾ സെയിം ഫംഗ്ഷൻ. അപ്പോൾ സൈൻ 45 ഡിഗ്രിയാണ്. 360 വരുമ്പോൾ സെയിം ഫംഗ്ഷൻ ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം 720ൻ്റെ കൂടെ 45 കൂടി 720 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എക്സ് അക്ഷത്തിൽ നിന്ന് ഒരു റൗണ്ട് കറങ്ങി പോസിറ്റീവ് എക്സ് അക്ഷത്തെ 360 വന്നു. വീണ്ടും ഒന്നുകൂടെ കറങ്ങി 720 വന്നിച്ച് വീണ്ടും ഒരു 45 ഡിഗ്രിയോടെ വന്നത് ടോട്ടൽ 765 ഡിഗ്രി ആയി. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ കിടക്കും. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ അക്ഷരം എ ആണ്. ഓൾ ക്വസ്റ്റിൻ്റെയും ആൻസർ പോസിറ്റീവ് ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പിരിച്ചെഴുതുന്ന സ്ഥലം ഓൾ ക്വസ്റ്റിൻ്റെയും ആൻസർ പോസിറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് സൈൻ 45 ഡിഗ്രി 1/√2. ബി പാർട്ട് എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. cos 7x plus cos 5x by sin 7x minus sin 5x is equal to cot x തെളിയിക്കാനാണ്. നമ്മുടെ LHS സ്റ്റാർട്ട് ചെയ്തു. cos 7x plus cos 5x by sin 7x minus sin 5x. കോസും കൂട്ടിയാൽ 2 cos ആണ്. സൈനിന്ന് സൈൻ കുറച്ചാൽ 2 കോസൈനാണ്. ഫോർമുല പഠിക്കണം. സൈനിന്ന് സൈൻ കുറച്ചാൽ 2 കോസൈനാണ്. കൂട്ടിയിട്ട് പകുതി. കൂട്ടുമ്പോൾ 12x പകുതി 6x, കുറച്ചിട്ട് പകുതി. കുറയ്ക്കുമ്പോൾ 2x പകുതി x ബൈ കൂട്ടിയിട്ട് പകുതി 6x കുറച്ചിട്ട് പകുതി x. നമുക്കിവിടെ 2 cos 6x രണ്ടിലും വെട്ടിക്കളയാം. പിന്നെ cos s ബൈ sin x cot x RHSലെത്തുന്നു. എളുപ്പമാണ് കണക്ക്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രൂവ് ദാറ്റ് cos 4x ഈസ് ഈക്വൽ ടു 1 - 8 sin square x cos square x എന്നൊരു കണക്ക് തെളിയിക്കാനാണ്. cos 4x ആണത് തെളിയിക്കേണ്ടത്. നിങ്ങൾക്ക് cos 2xൻ്റെ ഫോർമുലയുണ്ട്. ഈ സൈനും കോസും വരുന്നത് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. cos 2x നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 1 - 2 sin square x 1 - 2 sin square x അതിൽ നിന്ന് തുടങ്ങി. അപ്പോൾ cos 4x ഇവിടെ ആംഗിൾ ഇരട്ടിയാക്കുമ്പോൾ ഇവിടെ ആംഗിൾ ഇരട്ടിയാക്കിയാൽ മതി. അപ്പോൾ 1 - 2 sin square 2x രണ്ട് സ്ഥലത്തും ആംഗിൾ ഇരട്ടിയാക്കി നമ്മുടെ ക്വസ്റ്റ്യൻ 4xലേക്ക് വന്നു. ഇനി 1 - 2 sin 2xൻ്റെ ഹോൾ സ്ക്വയർ 1 - 2 × 2 sinus cos xൻ്റെ ഹോൾ സ്ക്വയർ 1 - 2 × 4 sin square x cos square x. അപ്പോൾ 2 കൂടെ വിളിക്കുമ്പോൾ 8 sin square x cos square x 1 - 8 sin square x cos square x എന്ന് കിട്ടുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് cos 4x ഈസ് ഈക്വൽ ടു 1 - 8 sin square x cos square x. നമുക്ക് cos 2xന് 4 ഫോർമുലയുണ്ട്. അതിൽ ഓരെണ്ണമാണ് 1 - 2 sin square x. അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആംഗിൾ ഇരട്ടിയാക്കിയാൽ നമ്മുടെ ക്വസ്റ്റ്യൻ cos 4x വരും. ഇപ്പോൾ ഇവിടെ ആംഗിൾ ഇരട്ടിയാക്കിയാൽ മതി. 1 - 2 sin square 2x. നിങ്ങൾക്കറിയാം 1 - 2 × sin 2xൻ്റെ ഹോൾ സ്ക്വയർ ആണ്. 1 - 2 × sin 2x 2 sinus cos s ആണ്. അതിൻ്റെ ഹോൾ സ്ക്വയർ ആണ്. 1 - 2 × ഇത് 4 sin square x cos square x 1 - 8 sin square x cos square x. 8ൻ്റെ 3 പിരിവ് എളുപ്പമാണ്. 9 sin പൈ മൈനസ് എക്സ് എത്രയാണ്? പൈ എന്ന് വെച്ചാൽ 180 ഡിഗ്രിയാണ്. സൈൻ 180 ഡിഗ്രി മൈനസ് എക്സ് 180 വരുമ്പോൾ സേഫ് ഫംഗ്ഷൻ സൈൻ എക്സ് ആണ്. 180 ഒരു ആംഗിൾ കുറഞ്ഞാൽ എവിടെയാണ്? 90 ഡിഗ്രി പോസിറ്റീവ് വൈ അക്ഷത്തിൽ 180 ഡിഗ്രി നെഗറ്റീവ് എക്സ് അക്ഷത്തിൽ 180 ഒരു ആംഗിൾ കുറഞ്ഞാൽ സെക്കൻഡിൽ തന്നെ സെക്കൻഡിലെ അക്ഷരം എസ്. സൈനോ കൊസിക്കോ ആണോ ക്വസ്റ്റ്യൻ? അതെ. അതുകൊണ്ട് ആൻസർ പോസിറ്റീവ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് റിഡക്ഷൻ ഫോർമുലയിൽ നോക്കേണ്ടത്. ഒന്ന് സെയിം ഫംഗ്ഷൻ അതിലേതാണ്, പിന്നെ ആംഗിൾ എവിടെ കിടക്കുന്നു അത് വെച്ച് ASTC വെച്ച് അതിൻ്റെ സൈനും കൂടി നോക്കണം. അടുത്തത് പ്രൂവ് ദാറ്റാണ്. അപ്പോൾ LHS നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സൈൻ 5x പ്ലസ് സൈൻ 3x ബൈ കോസ് 5x പ്ലസ് കോസ് 3x. സൈനും കൂട്ടിയാൽ 2 സൈൻ കോസ്, കോസും കൂട്ടിയാൽ 2 കോസ്. കൂട്ടിയിട്ട് പകുതി 8xൻ്റെ പകുതി 4x, കുറച്ചിട്ട് പകുതി 5x നിന്ന് 3x കുറച്ചാൽ 2xൻ്റെ പകുതി x. ഇവിടെയും കൂട്ടിയിട്ട് പകുതി 8xൻ്റെ പകുതി 4x, കുറച്ചിട്ട് പകുതി 2xൻ്റെ പകുതി x. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 2 cos x ആണ് മുകളിലും താഴെയും വെട്ടിക്കളയുന്നത്. അപ്പോൾ സൈൻ 4x ബൈ കോസ് 4x ബാക്കി വരുന്നത് ടാൻ 4x RHSലേക്ക് എത്തുന്നു.
In any triangle ABC, prove that sin A by A സമം sin B by B സമം sin C by C. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ സൈൻ ലോയുടെ പ്രൂഫാണ്. സൈൻ ലോ പ്രൂഫ് ചോദിക്കാറുണ്ട്, പഠിച്ചു വയ്ക്കണം. സൈൻ ലോ പ്രൂഫ് ചോദിക്കുമ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ എ ബി സി വരയ്ക്കുന്നു. ആംഗിൾ എക്കെതിരെയുള്ള സൈഡ് സ്മോൾ എ, അതായത് ബി സിയുടെ നീളം സ്മോൾ എ, ആംഗിൾ ബിക്കെതിരെ സ്മോൾ ബി, എ സിയുടെ നീളം, ആംഗിൾ സിക്കെതിരെ സ്മോൾ സി. പിന്നെ നമ്മളൊരു ഓൾട്ടിറ്റ്യൂഡ് വരച്ച് 90 ഡിഗ്രിയിൽ ആണല്ലോ ഓൾട്ടിറ്റ്യൂഡ് വരുള്ളൂ എ ഡി. അത് കൃത്യം ബി സിയെ നടുക്ക് വെച്ചൊന്നുമല്ല മുറിക്കുന്നത്. ബി സിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരച്ചു. ഡി ആണ് ആ ബി സിയെ കട്ട് ചെയ്യുന്ന സ്ഥലം. 90 ഡിഗ്രി ആംഗിൾ. കാരണം സൈനും ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വേണമല്ലോ. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. ബി സി സമം എ സി സമം ബി, എ ബി സമം സി. ഇനി എ ഡി സി എന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് അപ്പോൾ ഡി സെൻട്രി പറയണം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇതാണ് അതിൻ്റെ സിമ്പിൾ. എ ഡി സി, ഡി ആണ് റൈറ്റ് ആംഗിൾ, അത് സെൻട്രി പറയണം. ഈ ട്രയാങ്കിളിൽ നിന്ന് സൈൻ സി എന്ന് പറയുന്നത് എന്താണ്? സൈൻ സി. സി എന്ന ആംഗിളിൻ്റെ സൈൻ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സി എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് എ ഡി ആണ്, ഹൈപ്പോട്ടന്യൂസ് എ സി ആണ്. അപ്പോൾ സൈൻ സി എന്താണെന്ന് മനസ്സിലായി, എ ഡി ബൈ എ സി. അപ്പോൾ നമുക്ക് എ ഡി ബൈ എ സിക്ക് പകരം സ്മോൾ ബി കൊടുക്കാം. ഒന്നുകൂടെ എഴുതിയതേ ഉള്ളൂ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് എ ഡി എന്നാന്ന് കിട്ടി, ബി സൈൻ സി എന്ന് എഴുതി ഇക്വേഷൻ 1 വയ്ക്കുക. അതുപോലെ മറ്റൊരു റൈറ്റ് ആംഗിൾ ഉണ്ട് നമുക്കിവിടെ, ട്രയാങ്കിൾ എ ഡി ബി. ഫ്രം റൈറ്റ് ആംഗിൾ ടു ട്രയാങ്കിൾ എ ഡി ബി എന്താണ്? സൈൻ ബി. സൈൻ ബി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് എ ഡി ബൈ ഹൈപ്പോട്ടന്യൂസ് എ ബി. എ ഡി ബൈ എ ബി ആണ്. എ ഡി ബൈ എ ബിക്ക് പകരം സി കൊടുത്തു. അപ്പോൾ എന്താണ് എ ഡി? സി ഇൻറ്റു സൈൻ ബി. ഇക്വേഷൻ 2. ഫ്രം 1 ആൻഡ് 2 എ ഡി ആണ് രണ്ടും. അപ്പോൾ ബി സൈൻ സി സമം സി സൈൻ ബി എന്ന് കിട്ടി. അപ്പോൾ സൈൻ സി ബൈ സ്മോൾ സി സമം സൈൻ ബി ബൈ സ്മോൾ ബി. സൈൻ ബിയുടെ അടിയിലേക്ക് ഇപ്പുറത്തെ ബി കൊണ്ടുവരാം, സൈൻ സിയുടെ അടിയിലേക്ക് ഇപ്പുറത്തെ സിയും കൊണ്ടുവരാം. ഇപ്പുറം ഗുണിച്ച് കിടക്കുന്ന സി എൽ എച്ച് എസിലേക്ക് വരുമ്പോൾ ബൈ ആയിട്ടേ വരുള്ളൂ. ഇപ്പുറം ഗുണിച്ച് കിടക്കുന്ന ബി ആർ എച്ച് എസിലേക്ക് വരുമ്പോൾ ബൈ ആയിട്ടേ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ കിട്ടി നമുക്ക്. Similarly, we can prove that sin A by A സമം sin B by B. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് രണ്ട് കാര്യം അവിടെ വെച്ച് sin A by A സമം sin B by B സമം sin C by C എന്ന് എഴുതാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പോൾ ട്രയാങ്കിൾ എ ബി സി വരച്ചിട്ട് ആംഗിൾ എക്കെതിരുള്ള സൈഡ് സ്മോൾ എ, ആംഗിൾ ബിക്കെതിരെ സ്മോൾ ബി, ആംഗിൾ സിക്കെതിരെ സ്മോൾ സി, ഒരു പെർപെൻഡിക്കുലർ ബി സിക്ക് വരച്ച് ഡിയിൽ അത് കട്ട് ചെയ്യുന്നു. ഇവിടെ 90 ഡിഗ്രി കാണിച്ചു വയ്ക്കുക. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. ബി സി എ, എ സി ബി, എ ബി സി. ഫ്രം റൈറ്റ് ട്രയാങ്കിളുടെ ട്രയാങ്കിൾ എ ഡി സി. സൈൻ സി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് എ ഡി ബൈ ഹൈപ്പോട്ടന്യൂസ് എ സി. അപ്പോൾ എ ഡി ബൈ സ്മോൾ ബി എന്ന് എഴുതിയിട്ട് ഇതിൽ നിന്ന് എ ഡി എടുക്കുക, ബി സൈൻ സി. പിന്നെ അതുപോലെ തന്നെ ഫ്രം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ഡി ബി. സൈൻ ബി എന്ന് പറയുന്നത് എ ഡി ബൈ എ ബി, എ ഡി ബൈ സി ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എ ഡി എടുക്കാം, സി സൈൻ ബി. ഫ്രം 1 ആൻഡ് 2 രണ്ടും എ ഡി ആയതുകൊണ്ട് ബി സൈൻ സി സമം സി സൈൻ ബി. അപ്പോൾ സൈൻ സി ബൈ സി സമം സൈൻ ബി ബൈ ബി. സിമിലർലി വി ക്യാൻ പ്രൂവ് ദാറ്റ് സൈൻ എ ബൈ എ സമം സൈൻ ബി ബൈ ബി. ഇത് തന്നെയാണെന്നില്ല, സൈൻ എ ബൈ എ ഒരെണ്ണം എടുത്തുകൊണ്ട് സൈൻ സി ബൈ സി ആയിട്ട് തുല്യപ്പെടുത്താം എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഈ രണ്ടും കൂടെ ഉപയോഗിച്ച് സൈൻ എ ബൈ എ സമം സൈൻ ബി ബൈ ബി സമം സൈൻ സി ബൈ സി എന്ന് നമുക്ക് കിട്ടുന്നു. ഈ 10ാമത്തെ കണക്ക് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അതുകൊണ്ട് അതും കൂടി പറഞ്ഞ് നിർത്തിയേക്കാം. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ 3 രീതിയിൽ വരുന്നത്. ഇൻ ട്രയാങ്കിൾ എ ബി സി പ്രൂവ് ദാറ്റ് ടാൻ സി മൈനസ് എ ബൈ 2 ഈസ് ഇക്വൽ ടു സി മൈനസ് എ ബൈ സി പ്ലസ് എ കോട്ട് ബി ബൈ 2. ഇതുപോലത്തെ കണക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിൾ എ ബി സിയിൽ ആംഗിൾ എ പ്ലസ് ബി പ്ലസ് സി പൈ ആണ്. ആംഗിളിൽ നിന്ന് കാണിക്കേണ്ട കാര്യമില്ല, എ പ്ലസ് ബി പ്ലസ് സി പൈ ആണ്. സൈനിലോ ഈ ഭാഗം വെച്ചാണ് കണക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് സൈനിലോ വെച്ചാണ് എഴുതുന്നത്. എന്നിട്ട് സി മൈനസ് എ ബൈ സി പ്ലസ് സി അങ്ങ് പോയി നമുക്ക് ഇതിലേക്ക് എത്താവുന്ന കാര്യമുള്ളൂ. ഇതുപോലത്തെ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അങ്ങോട്ട് പഠിപ്പിക്കുകയാണ്. ട്രയാങ്കിൾ എ ബി സി എ പ്ലസ് ബി പ്ലസ് സി പൈ ആണ്. പിന്നെ സൈനിലോ വെച്ച് എ ബൈ സൈൻ എ, ബി ബൈ സൈൻ ബി, സി ബൈ സൈൻ സി കെ ആണല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സിയും എയും ആവശ്യമുണ്ട്. സി ഈസ് ഇക്വൽ ടു കെ സൈൻ സി, അതുപോലെ എ ഈസ് ഇക്വൽ ടു
കെ സൈൻ എ. ഇനി സി മൈനസ് എ ബൈ സി പ്ലസ് എ സമം കെ സൈൻ സി മൈനസ് കെ സൈൻ എ ബൈ കെ സൈൻ സി പ്ലസ് കെ സൈൻ എ. കെ പുറത്തെടുത്ത് സൈൻ സി മൈനസ് സൈൻ എ ബൈ സൈൻ സി പ്ലസ് സൈൻ എ. കെ വെട്ടിപ്പോയിട്ട് സൈൻ സി മൈനസ് സൈൻ എ ബൈ സൈൻ സി പ്ലസ് സൈൻ എ. സൈനിൽ നിന്ന് സൈൻ കുറച്ചാൽ 2 കോസ് സൈൻ, സൈനും സൈനും കൂട്ടിയാൽ 2 സൈൻ കോസ്. ആംഗിൾ കൂട്ടിയിട്ട് പകുതി സി പ്ലസ് എ ബൈ 2, കുറച്ചിട്ട് പകുതി സി മൈനസ് എ ബൈ 2. മുകളിലും വരും താഴെയും വരും. ഇതിൽ നമുക്ക് 2ഉം ക്യാൻസലാക്കാം. ഒരേ ആംഗിൾ വരുന്ന കോസ് ബൈ സൈൻ എന്ന് പറയുന്നത് കൂട്ട് സി പ്ലസ് എ ബൈ 2. ഒരേ ആംഗിൾ വരുന്ന സി മൈനസ് എ ബൈ 2 എന്ന് പറയുന്നത് ടാൻ സി മൈനസ് എ ബൈ 2. നിങ്ങൾക്കറിയാം സി പ്ലസ് എ ബൈ 2 എന്ന് പറയുന്നത് 90 ഡിഗ്രി മൈനസ് ബി ബൈ 2 ആണ്. ഇൻറ്റു ടാൻ സി മൈനസ് എ ബൈ 2 കോട്ട് 90 ഡിഗ്രി മൈനസ് ബി ബൈ 2 ആണ് ഇതിന് പകരമായിട്ട് വരുന്നത്. കാരണം ആംഗിൾ എ പ്ലസ് ബി പ്ലസ് സി 180 ആയതുകൊണ്ട് എ പ്ലസ് ബി പ്ലസ് സിയുടെ മൊത്തം പകുതി 90 ഡിഗ്രിയാണ്. അതിൽ സി പ്ലസ് എ ബൈ 2 എന്ന് പറയുന്നത് 90 ഡിഗ്രി മൈനസ് ബി ബൈ 2 ആണ്. ഇനി റിഡക്ഷൻ ഫോർമുല വെച്ച് 90 ഡിഗ്രി വരുമ്പോൾ കോഫങ്ഷൻ വന്നിട്ട് ടാൻ ബി ബൈ 2 വരുന്നു. 90ൽ നിന്ന് ഒരു ആംഗിൾ കുറച്ചാൽ ഫസ്റ്റ് കിടക്കുന്ന ക്വസ്റ്റിൻ്റെ ആൻസർ പോസിറ്റീവ് ആയതുകൊണ്ട് ടാൻ ബി ബൈ 2 പോസിറ്റീവ് ഇൻറ്റു ടാൻ സി ബൈ 2. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടിയത്? സി മൈനസ് എ ബൈ സി പ്ലസ് എ ആണ് ടാൻ ബി ബൈ 2 ഇൻറ്റു ടാൻ സി മൈനസ് എ ബൈ 2. നമുക്ക് ഈ ടാൻ സി മൈനസ് എ ബൈ 2 തന്നെ ഒരു സൈഡിൽ കൊണ്ടുവരാം. അപ്പോൾ ബൈ ടാൻ ബി ബൈ 2 ഇപ്പുറത്തേക്ക് വരും. സി മൈനസ് എ ബൈ സി പ്ലസ് എയുടെ ബൈ ആയിട്ട് ടാൻ ബി ബൈ 2 വരും. ഈ ബൈ ആയിട്ട് എടുക്കുന്ന ടാൻ ബി ബൈ 2 ആണ് കോട്ട് ബി ബൈ 2 ആയിട്ട് മുകളിൽ വരുന്നത്. അപ്പോൾ സി മൈനസ് എ ബൈ സി പ്ലസ് എ ഇൻറ്റു കോട്ട് ബി ബൈ 2 ആണ് ടാൻ സി മൈനസ് എ ബൈ 2 എന്ന് കിട്ടുന്നു. എളുപ്പമാണ് ഈ കണക്ക്. 11 കൂടി ആട്ടെ. മാക്സിമം, കാരണം 10-31 കണക്കുണ്ട് ഈ പാഠം തന്നെ. വീണ്ടും ഒരു പാഠം പഠിപ്പിക്കാനുണ്ട്. മാക്സിമം വാല്യൂ ഓഫ് എഫ് എക്സ് ഈസ് ഇക്വൽ ടു സൈൻ എക്സ്. സൈൻ എക്സിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അത്രയേ ഉള്ളൂ. സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഓൾ സ്ക്വയർ 1 പ്ലസ് സൈൻ 2x ആണ് പ്രൂവ് ചെയ്യുക. വെരി സിമ്പിൾ. എൽ എച്ച് എസ് ഈസ് ഇക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഓൾ സ്ക്വയർ എ പ്ലസ് ബി ഓൾ സ്ക്വയർ ജെ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് 2 സൈൻ എക്സ് കോസ് എക്സ് 1 ആണിത്. 1 പ്ലസ് സൈൻ 2x RHS. അതിൻ്റെ മാക്സിമം വാല്യൂ ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് നിങ്ങൾക്കറിയാം. മാക്സിമം വാല്യൂ ഓഫ് സൈൻ 2x, ഇവിടെ ആംഗിൾ എന്ത് വന്നാലും സൈൻ എക്സിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ ആംഗിൾ എന്ത് വന്നാലും അതെ, സൈൻ 3x വന്നാലും അതെ, സൈൻ 4x വന്നാലും അതെ, മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ സൈൻ 2xൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. മാക്സിമം വാല്യൂ ഓഫ് 1 പ്ലസ് സൈൻ 2x അപ്പോൾ എന്താവും? 2 ആകും. ഈ എ പാർട്ടും ബി പാർട്ടും ഉപയോഗിച്ചാണ് നമ്മൾ ഈ സി പാർട്ട് കണക്ക് ചെയ്യേണ്ടത്. അതിനാണ് എ പാർട്ടിൽ മാക്സിമം വാല്യൂ സൈൻ എക്സ് ചോദിച്ചത്. ബി പാർട്ടിൽ 1 പ്ലസ് സൈൻ 2x കിട്ടാൻ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ ചെയ്താൽ മതി എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രൂവ് ചെയ്ത് വയ്ക്കുന്നത്. ഒക്കെ ഇതിൻ്റെ ഉദ്ദേശമാണ്. ഈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സിൻ്റെ മാക്സിമം വാല്യൂ കിട്ടാൻ 1 പ്ലസ് സൈൻ 2xൻ്റെ മാക്സിമം വാല്യൂ എത്രയാണോ അതിൻ്റെ റൂട്ട് എടുത്താൽ മതി എന്ന് വരുത്തുവാണ്. അപ്പോൾ സൈൻ എക്സിൻ്റെ മാക്സിമം വാല്യൂ 1 ആയതുകൊണ്ട് ആംഗിൾ എന്താണെങ്കിലും സൈൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. സൈൻ 2xൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. 1 പ്ലസ് സൈൻ 2xൻ്റെ മാക്സിമം വാല്യൂ അപ്പോൾ 1 കൂടെ കൂടിയതുകൊണ്ട് 2 ആയി മാറുന്നു. ഈ 1 പ്ലസ് സൈൻ 2x എന്ന് പറയുന്നത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ ആണല്ലോ. അപ്പോൾ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയറിൻ്റെ മാക്സിമം വാല്യൂ ആയിട്ട് 2 പറയുന്നു. അപ്പോൾ സൈൻ എക്സ് പ്ലസ് കോസ് എക്സിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് √2 ആകുന്നു. അങ്ങനെ നമ്മൾ സൈൻ എക്സ് പ്ലസ് കോസ് എക്സിൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഈ 11 കണക്ക് നിങ്ങൾ പഠിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതിയെടുത്തോളണം. ക്വസ്റ്റ്യൻ നമ്പർ 11 വരെയാണ് തീർന്നത്. ഈ 11ാമത്തെ ഇത് പിടിയിട്ടെന്ന് വിചാരിക്കുന്നു. സൈൻ എക്സിൻ്റെ മാക്സിമം വാല്യൂ 1, അപ്പോൾ സൈൻ 2xൻ്റെ മാക്സിമം വാല്യൂ 1. ആംഗിളിന് അത് യാതൊരു ബന്ധമില്ല. 1 പ്ലസ് സൈൻ 2xൻ്റെ മാക്സിമം വാല്യൂ 1 കൂടെ കൂടുമ്പോൾ 2. 1 പ്ലസ് സൈൻ 2x സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ 2. അപ്പോൾ സൈൻ എക്സ് പ്ലസ് കോസ് എക്സിൻ്റെ മാക്സിമം വാല്യൂ √2. 11 കണക്ക് തീർന്നു. എല്ലാവരും നോട്ട് എഴുതിയെടുത്ത് പഠിക്കും.